ഹായ് ഫ്രണ്ട്സ്, ഷഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആപ്പിൾ പേട നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. തീ പോലും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. പൊട്ടുകടല 1 കപ്പ്, പാല് 1/4 ഗ്ലാസ്, 4 ടീസ്പൂൺ നെയ്യ്, പഞ്ചസാര 1/2 കപ്പ്, മിൽക്ക് പൗഡർ 4 ടീസ്പൂൺ. ഇനി നമുക്ക് ഈ പൊട്ടുകടല ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അതിനായി ഒരു ജാർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. പൊടിച്ചെടുത്ത പൗഡർ ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് വലിയ ബൗൾ എടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര ഒന്ന് ഫൈനായിട്ട് ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കണം. ഇനി ബൗളിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പൊട്ടുകടലയിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ വീട്ടിലാർക്കും പഞ്ചസാര കൂടുതൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നെയ്യ് ഒരുപോലെ മിക്സ് ആകുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. നെയ്യ് എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. 4 ടീസ്പൂൺ മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. മിൽക്ക് പൗഡർ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച പാല് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും, ലൂസായി പോകും. പാല് ചേർത്തതിന് ശേഷം സ്പൂൺ വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ഒരുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അതിനായി നേരത്തെ മാറ്റി വെച്ച നെയ്യ് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ പാല് കുറവാണെങ്കിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ച പാലിൽ നിന്ന് കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാവ് നല്ല രീതിയിൽ സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിഷ്ടമുള്ള രീതിയിലും വലിപ്പത്തിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ റെഡിയാക്കുന്നത് ആപ്പിൾ ഷേപ്പിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നോർമൽ പേട പോലെയും ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഉരുട്ടിയെടുത്ത ഉരുളയുടെ സെൻറ്ററിലായി നമുക്കൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആപ്പിളിൻ്റെ ഷേപ്പിൽ പേട കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് മറ്റുള്ളതും റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ മുഴുവനായും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അലങ്കരിക്കാനായി ലീഫിനായി ഞാനിവിടെ പിസ്തയും ഞെട്ടിനായി ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്.